നമസ്കാരം, ഋഷിഭുക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജ്യോതിഷപരമായി ശത്രുദോഷ ലക്ഷണങ്ങളും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുമാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ശത്രുദോഷം എങ്ങനെ തിരിച്ചറിയാം, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ജ്യോതിഷപരമായി ശത്രുദോഷം ഇല്ലാതാക്കാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ശത്രുദോഷത്തെ അറിയാം, പരിഹരിക്കാം. ശത്രുദോഷം എന്നത് ജ്യോതിഷപരമായി ഒട്ടേറെ തെറ്റിദ്ധാരണകൾക്ക് വിധേയമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്തവരിൽ പോലും ശത്രുദോഷം ചിലപ്പോഴൊക്കെ കണ്ടു എന്ന് വരാം. നമുക്കാരോടും ശത്രുത ഇല്ലെങ്കിൽ പോലും തിരിച്ച് ശത്രുത ഉണ്ടായിക്കൂടാ എന്നില്ല. നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന വ്യക്തി ആരുമായിക്കോട്ടെ, അവർ നമ്മുടെ ശത്രുസ്ഥാനത്താണ്. അവരുടെ സ്വാർത്ഥ താല്പര്യത്തോടുകൂടി നാം അവർക്കനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ അവർ നമ്മളെ ശത്രുസ്ഥാനത്ത് കണ്ടു എന്ന് വരാം. ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ശത്രുക്കൾ ഉണ്ടാകില്ല എന്ന ധാരണ പലർക്കുമുണ്ട്. അത് തെറ്റാണ്. നമുക്കാരോടും ശത്രുത ഇല്ലെങ്കിൽ പോലും നമ്മളോട് ശത്രുത ഉണ്ടാകാം. ജ്യോതിഷപ്രകാരം ജാതകം പരിശോധിച്ചും പ്രശ്നരാശിയിലൂടെയും ഒക്കെ ശത്രുദോഷത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ജാതകത്തിലാണെങ്കിലും പ്രശ്നത്തിലാണെങ്കിലും ലഗ്നാധിപനേക്കാൾ ബലം 6ാം ഭാവാധിപൻ ഉണ്ട് എങ്കിൽ ശത്രുദോഷം ഉണ്ട് എന്ന് പറയാം. എന്നാൽ എല്ലായ്പ്പോഴും ശത്രുദോഷം ഒരു വ്യക്തിയിൽ ഫലം കാണണമെന്നില്ല. സമയദോഷവും കൂടി വരുമ്പോൾ മാത്രമേ ശത്രുദോഷം ഫലപ്രദമാവുകയുള്ളൂ. സമയം മോശമാണ്, ശത്രുദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം ചെയ്യേണ്ടതുമാണ്. പാപഗ്രഹങ്ങളായിട്ടുള്ള ചൊവ്വ, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളും ആ സമയത്ത് ശത്രുദോഷവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം ചെയ്യണം. ചില വ്യക്തികൾ സാധാരണയായിട്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെയും ശത്രുദോഷം സംഭവിക്കാറുണ്ട്. സദാ മറ്റുള്ളവരുടെ നാശങ്ങൾ ആഗ്രഹിക്കുകയും അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളും കലഹങ്ങളും മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നവർക്കും ശത്രുദോഷം സാരമായി ബാധിക്കാം. സദാ ഒരാളുടെ നാശം ആഗ്രഹിച്ച് സാത്വികമായിട്ടുള്ള വഴിപാടുകൾ ചെയ്താൽ പോലും അത് തിരിച്ച് ശത്രുദോഷമായിട്ട് ബാധ ഉണ്ടാകാം. എന്നാൽ പലപ്പോഴും ശത്രുദോഷം തിരിച്ചറിയപ്പെടാൻ സാധിക്കാതെ വരികയും ചെയ്യും. തിരിച്ചറിയാൻ വൈകും തോറും അത് നമുക്ക് ദോഷകാരണങ്ങളാകും. അനുകൂല ഊർജവും പ്രതികൂല ഊർജവും ഈ പ്രപഞ്ചത്തിലുണ്ട്. അതായത് നെഗറ്റീവും പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് നന്മ ചെയ്താലും പ്രതികൂല ഊർജം ചിലപ്പോഴൊക്കെ നമ്മളെ ബാധിക്കാം. അതിനൊക്കെ ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ശരീരത്തിന് അല്ലെങ്കിൽ നാം എന്ന വ്യക്തി പ്രൊട്ടക്ഷനായിട്ട്, സംരക്ഷണമായിട്ട് എടുക്കണം. ഇനി നമുക്ക് ശത്രുദോഷത്തിന്റെ ഫലം മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളെ ഒന്ന് പരിശോധിക്കാം. ക്ഷീണം, തളർച്ച, മടി, അകാരണമായി ഉണ്ടാകുന്ന അസ്വസ്ഥത, രോഗാദി ദുരിതങ്ങൾ ഇവയൊക്കെ ശത്രുദോഷം മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങളാണ്. ശത്രുദോഷം മൂലമുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ചിലപ്പോൾ തിരിച്ചറിയപ്പെടാനും വൈകിയേക്കാം. ചിലപ്പോഴൊക്കെ തിരിച്ചറിയപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടും ആയേക്കാം. ശത്രുദോഷം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ സമ്പൂർണമാണ് എന്ന് തന്നെ പറയണം. രോഗം ഇനി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ അത് വേണ്ടത്ര ഫലപ്രദമാകണമെന്നില്ല. ശത്രുദോഷം നിലനിൽക്കുന്ന കാലത്തോളം, അതിന് പരിഹാരം ചെയ്യാത്ത കാലത്തോളം അത് ഫലപ്രദം ആകണമെന്നില്ല. ശത്രുദോഷത്തിന്റെ കാഠിന്യമനുസരിച്ച് ആ അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. തൊഴിൽ മേഖലയിലെ തടസ്സമാണ് ശത്രുദോഷത്തിന്റെ മറ്റൊരു ലക്ഷണം. ജോലിയിൽ ഉത്സാഹമില്ലായ്ക, ജോലിസ്ഥലത്ത് ശാരീരിക വിഷമതകൾ ഉണ്ടാകുക, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുക, ഉദരവേദന ഉണ്ടാകുക, തലവേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ തൊഴിൽ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുക, ഇതൊക്കെ ശത്രുദോഷത്തിന്റെ ഫലമാണ്. കൂടാതെ എത്ര ശ്രദ്ധിച്ചാലും തൊഴിൽ സ്ഥലത്ത് അശ്രദ്ധയുണ്ടാകുക, അശ്രദ്ധ മൂലം കുഴപ്പങ്ങൾ ഉണ്ടാകുക, ചിലർക്ക് ജോലിയോട് തന്നെ ഉത്തരവാദിത്തമില്ലായ്ക വരിക, ജോലി തന്നെ മടുപ്പുളവാക്കുന്നതാകുക, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ ജോലിയോട് വെറുപ്പുണ്ടാകുകയും അത് തൊഴിലിനെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ജോലി നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. ശത്രു ആഗ്രഹിക്കുന്നതും അതുതന്നെയാകാം. ചുരുക്കത്തിൽ ശത്രുദോഷം മൂലം കാര്യതടസ്സം, തൊഴിൽ നഷ്ടം, രോഗം തുടങ്ങിയ ദുരിതങ്ങൾ ഉണ്ടാകാം. ചിലരൊക്കെ വിളിച്ചുചൊല്ലി പ്രാർത്ഥനയിലൂടെയും മറ്റ് കർമ്മങ്ങളിലൂടെയും ഒക്കെ ശത്രുക്കളുടെ മനോനില തെറ്റിക്കാനുള്ള കർമ്മങ്ങളും ചെയ്യാറുണ്ട്. അത്തരത്തിൽ കഠിനമായിട്ടുള്ള പ്രവർത്തികൾ, ദ്രോഹപ്രവർത്തികൾ ആര് ചെയ്താലും പിന്നീട് അതിന് തിരിച്ചടികൾ ഉണ്ടാകാം. എന്നാൽ കുറച്ചു കാലത്തേക്ക് ഇത് ചെയ്യപ്പെടുന്ന വ്യക്തിയെയും ബാധിച്ചേക്കാം. അതിന് നിർബന്ധമായിട്ടും അതുകൊണ്ട് തന്നെ പരിഹാരം ചെയ്യേണ്ടതാണ്. ശത്രുദോഷം
ശത്രുദോഷം കടുത്തതാണെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും ആ വ്യക്തിയുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്കും അതൊക്കെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. കുറച്ചൊക്കെ ദൈവാധീനമുള്ള വ്യക്തിയാണ് സത്കർമ്മങ്ങളും ഗ്രഹപ്രീതികരമായിട്ടും ദേവപ്രീതികരമായിട്ടുമുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അയാളിൽ ഉണ്ടാകേണ്ട ശത്രുദോഷങ്ങൾ വളർത്തു മൃഗങ്ങളിലേക്ക് ബാധിച്ചേക്കാം. അങ്ങനെ എണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളും ദോഷങ്ങളും മൂലം ശത്രുദോഷം കാരണമാക്കിയേക്കാം. ഇനി നമുക്ക് ശത്രുദോഷം എങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ വിശ്വാസപൂർവം പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തുന്നതാണ് പ്രഥമമായിട്ടുള്ള മാർഗം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി നടത്തുന്നത് ശത്രുദോഷം മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. ചെട്ടുളങ്ങര ദേവീക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുതി വഴിപാട് വളരെ വിശേഷമാണ്. ഏത് ശത്രുദോഷത്തെയും ഇല്ലാതാക്കാൻ സഹായകരമാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുത് ശത്രുദോഷം ഇല്ലാതാക്കി തരണം എന്ന് പ്രാർത്ഥിക്കുന്നതും ശത്രുദോഷത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് സഹായകരമാണ്. ദേവിക്ക് രക്തപുഷ്പാഞ്ജലി, കുങ്കുമാഭിഷേകം, മഞ്ഞൾപ്പൊടി അഭിഷേകം തുടങ്ങിയവയൊക്കെ ശത്രുദോഷത്തെ ഇല്ലാതാക്കാനുള്ള വഴിപാടുകളാണ്. കൂടാതെ 7 ദിവസം തുടർച്ചയായി ഭദ്രകാളി ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചാൽ ഏത് ശത്രുദോഷവും ഇല്ലാതാകുന്നതാണ്. കൂടാതെ നാഗദൈവങ്ങൾക്ക് ഉപ്പും മഞ്ഞളും വഴിപാടായി സമർപ്പിക്കുന്നതും ശത്രുദോഷത്തെ ഇല്ലാതാക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചഗവ്യ അഭിഷേകം നടത്തുന്നതും ശത്രുദോഷത്തിന് പരിഹാരമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പട്ടു സമർപ്പിക്കുന്നതും ദേവിക്ക് ചെമ്പരത്തിപ്പൂമാല സമർപ്പിക്കുന്നതും ചെത്തിപ്പൂമാല സമർപ്പിക്കുന്നതും ഒക്കെ ശത്രുദോഷത്തിന് പരിഹാരമാണ്. ശത്രുദോഷത്തിന് പരിഹാരമായി നമുക്ക് ശിവക്ഷേത്രത്തിലും വഴിപാട് നടത്താം. തേൻ കൊണ്ട് അഭിഷേകം നടത്തുന്നത് ശത്രുദോഷത്തിന് പരിഹാരമാണ്. കൂടാതെ ഭഗവാന് കറുത്ത പട്ട് ചാർത്തുന്നതും ശത്രുദോഷ പരിഹാരമാണ്. ശത്രുദോഷം ഇല്ലാതാക്കാനായിട്ട് അയ്യപ്പസ്വാമിക്ക് എരിക്കിൻ പൂമാല സമർപ്പിക്കുന്നതും ഭസ്മാഭിഷേകം നടത്തുന്നതും ഫലപ്രദമാണ്. ശത്രുദോഷം ഇല്ലാതാക്കാൻ ക്ഷിപ്രഗോപിയും ക്ഷിപ്രപ്രസാദിയുമായിട്ടുള്ള ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും വിശേഷമാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലയും നാരങ്ങയും ചേർത്തുള്ള മാല സമർപ്പിക്കുന്നതും ശത്രുദോഷത്തിന് പരിഹാരമാണ്. സാധാരണഗതിയിലുള്ള ശത്രുദോഷമാണ് നിങ്ങളെ ബാധിച്ചതെങ്കിൽ ഈ പറഞ്ഞ വഴിപാടുകൾ കൊണ്ടൊക്കെ നിങ്ങളുടെ ശത്രുദോഷം മാറുന്നതാണ്. എന്നാൽ കടുത്ത രീതിയിലുള്ള ആഭിചാര കർമ്മങ്ങളും ശത്രുവിന്റെ കഠിനമായിട്ടുള്ള കർമ്മങ്ങളും ദോഷങ്ങളും ഒക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷിയെ കണ്ട് ശത്രുദോഷത്തിന്റെ കാഠിന്യം മനസ്സിലാക്കി എന്താണ് എന്നുള്ളത് ചിന്തിച്ച് ഫലപ്രദമായിട്ടുള്ള ഒരു പരിഹാര മാർഗം തേടുക. ശത്രുദോഷം മൂലം ജീവിതം തന്നെ താറുമാറായിരിക്കുന്ന നിരവധി ആളുകളെ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. ദൃഷ്ടിദോഷം ഒരു സ്ഥാപനത്തെ ബാധിക്കുകയാണെങ്കിൽ, ഒരു വീടിനെ ബാധിക്കുകയാണെങ്കിലും ഒക്കെ അതിന് എന്തെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. ഇന്ന് അതിന്റെ 2ാമത്തെ വീഡിയോ ആണ്. ഒരു ബിസിനസ് ബിസിനസ്സിലെയൊക്കെ ദൃഷ്ടിദോഷം ഇല്ലാതാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തെയും മറ്റും ദൃഷ്ടിദോഷം ബാധിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതാണ് പറയുന്നത്. ദൃഷ്ടിദോഷം എന്താണ്, അത് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യം ആദ്യത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. നമുക്ക് ബിസിനസിനെ ബാധിക്കുന്ന, സ്ഥാപനത്തെ ബാധിക്കുന്ന ദൃഷ്ടിദോഷത്തെ പരിഹരിക്കാനുള്ള മാർഗങ്ങളെ ഒന്ന് പരിശോധിക്കാം. പഴയ കാലത്ത് നാരങ്ങയും പച്ചമുളകും കരിക്കട്ടയും ഒക്കെ ചേർത്തുകൊണ്ട് മാല കെട്ടി സ്ഥാപനത്തിന് മുന്നിൽ തൂക്കിയിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്നും വടക്കേ ഇന്ത്യയിൽ എല്ലാ സ്ഥാപനങ്ങളിലും അത് ചെയ്യാറുണ്ട്. മലയാളികൾ പ്രബുദ്ധരായതുകൊണ്ടാണോ എന്തോ അവർക്ക് പലപ്പോഴും ഇതിലൊന്നും വിശ്വാസമില്ല. എന്നിരുന്നാലും സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് വിശ്വാസം വരികയും പിന്നീട് അത് പരിഹരിക്കാനായിട്ട് നെട്ടോട്ടം ഓടുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഉപായം തന്നെയാണ് പച്ചമുളകും നാരങ്ങയും കരിക്കട്ടയും മാലയായിട്ട് കൊരുത്തുകൊണ്ട് ദൃഷ്ടിദോഷത്തിന് പരിഹാരമായിട്ട് സ്ഥാപനത്തിന്റെ മുന്നിൽ തൂക്കിയിടുക എന്നുള്ളത്. ഇത് പ്രത്യേകമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ആ മാല എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ ബാധിക്കുന്ന ദൃഷ്ടിദോഷത്തെ കേവലം ഒരു നാരങ്ങ കൊണ്ട് മാറ്റാമെന്നാണ് നമ്മളുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത്.
ഒരു നാരങ്ങ എടുത്ത് ആ നാരങ്ങ കൊണ്ട് 4 ഭിത്തികളിലും തൊട്ട്, സ്ഥാപനത്തിന്റെ ഓഫീസാണെങ്കിൽ ഓഫീസിന്റെ അകത്ത് 4 ഭിത്തികളിലും ആ നാരങ്ങ കൊണ്ട് സ്പർശിച്ചതിന് ശേഷം അത് 4ആയിട്ട് മുറിച്ച് 4 ദിക്കിലേക്കുമായിട്ട് വെളിയിൽ കളയുക എന്നുള്ളതും ദൃഷ്ടിദോഷത്തെ ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം. ദൃഷ്ടിദോഷം ഇല്ലാതാക്കാനായിട്ട് ഒരു സ്ഥാപനത്തിൽ ചെയ്യേണ്ട മറ്റൊരു ഉപായം, ഒരു കുപ്പി ഗ്ലാസ് എടുത്ത് അതിൽ വെള്ളം നിറച്ച് അതിന്റെ മുകളിലായിട്ട് ചെറുനാരങ്ങ നിറച്ച് ഇട്ടുവയ്ക്കുക എന്നുള്ളതാണ്. സ്ഥാപനത്തെ ബാധിക്കുന്ന ദൃഷ്ടിദോഷത്തെ ഒഴിവാക്കാൻ മറ്റൊരു ഉപായം അടയ്ക്ക കൊണ്ട് ചെയ്യാവുന്നതാണ്. അടയ്ക്ക കൊണ്ട് ആ സ്ഥാപനത്തെ ഒഴിഞ്ഞതിന് ശേഷം അതിന്റെ തൊലി കുറച്ചൊന്ന് അടർത്തി പ്രധാന കസേരയ്ക്ക് മുകളിലായിട്ട് വരുന്ന രീതിയിൽ, അലമാരയ്ക്കോ മറ്റോ മുകളിൽ വരുന്ന രീതിയിൽ ആ അടയ്ക്ക ഏതാനും ദിവസത്തേക്ക് വയ്ക്കുക. ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദൃഷ്ടിദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് സ്ഥാപനങ്ങളിൽ നമുക്ക് ഗണപതി ഭഗവാന്റെ ചിത്രം വയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ സ്വസ്തിക ചിഹ്നങ്ങളും ഒക്കെ ദൃഷ്ടിദോഷത്തെ ഇല്ലാതാക്കുന്നതാണ്. ഗംഗാജലം സ്ഥാപനത്തിനുള്ളിൽ തളിച്ച് ശുദ്ധമാക്കുന്നതും ദൃഷ്ടിദോഷത്തെയൊക്കെ അകറ്റുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹം വാങ്ങി മാസത്തിൽ ഒരിക്കലെങ്കിലും സ്ഥാപനത്തിൽ തളിക്കുന്നതും ദൃഷ്ടിദോഷത്തെയൊക്കെ ഇല്ലാതാക്കും. കൂടാതെ അഷ്ടഗന്ധം പോയിക്കുന്നതും ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സ്ഥാപനത്തെ സഹായിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ പൂർവികർ ലളിതമായിട്ട് ദൃഷ്ടിദോഷത്തെ ഇല്ലാതാക്കാനായിട്ട് ഒരു സ്ഥാപനത്തിൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സർപ്പദോഷം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ദോഷമാണ്. സർപ്പദോഷമുള്ള വ്യക്തികൾക്ക് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നല്ല അറിവുള്ള ഒരു ജ്യോതിഷനെ സമീപിച്ച് പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനുള്ള പരിഹാരം ചെയ്യേണ്ടതാണ്. എന്നാൽ സർപ്പദോഷത്തിന്റെ ലക്ഷണം കാണുന്ന പക്ഷം വെറും 3 മന്ത്രങ്ങൾ നിത്യം ജപിച്ചുകൊണ്ട് നമുക്ക് ആ ദോഷങ്ങളെല്ലാം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നിത്യം സർപ്പദോഷ നിവാരണത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എന്തൊക്കെ കാരണങ്ങളാലാണ് സർപ്പദോഷം ഉണ്ടാകുക, സർപ്പദോഷത്തിന്റെ ഒരു ഏകദേശ അറിവും അതോടൊപ്പം സർപ്പദോഷത്തിൽ നിന്ന് വളരെ എളുപ്പം രക്ഷ നേടാനുള്ള മന്ത്രവുമാണ് ഇന്ന് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വളരെ വിലപ്പെട്ട ഒരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. സർപ്പദോഷം ഒരു കുടുംബത്തെ ബാധിച്ചാൽ ആ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ്. കുലക്ഷയത്തിന് തന്നെ അത് കാരണമായേക്കാം. അങ്ങനെ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ വെളിച്ചത്തിലുണ്ട്. സർപ്പക്കാവുകളുമൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ കോൺക്രീറ്റ് സൗധങ്ങളൊക്കെ പണിഞ്ഞതിന് ശേഷം കുലം മുടിഞ്ഞു പോയിട്ടുള്ള നിരവധിയായിട്ടുള്ള അനുഭവം നമ്മുടെ പ്രത്യക്ഷത്തിലുണ്ട്. ഇത് മിത്താണ് എന്നൊക്കെ പറഞ്ഞ് അവിശ്വാസം പറയുന്നവർ അവിശ്വസിക്കട്ടെ. നമ്മുടെ കണ്ണിൽ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും അനുഭവത്തിലുള്ള പല കാര്യങ്ങളുമാണ് നാം പറയുന്നത്. വിശ്വസിക്കാവുന്നവർ വിശ്വസിക്കുക, അല്ലാതുള്ളവർ ഇത് തള്ളിക്കളഞ്ഞ് അവരവരുടെ വിശ്വാസങ്ങളിലേക്ക് പോകുക. ഒരു വ്യക്തിക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും സർപ്പദോഷമുണ്ടെങ്കിൽ അതെല്ലാം നിഷ്പ്രഭമാകുന്നതാണ്. നാഗദോഷം വ്യക്തികളെ മാത്രമല്ല ആ വ്യക്തികളുടെ കുടുംബത്തെയും ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എല്ലാ വിധത്തിലും ഐശ്വര്യത്തോടെ കഴിയുന്ന വ്യക്തിയും കുടുംബവുമാണെങ്കിൽ പോലും സർപ്പദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ കുലം തന്നെ ക്ഷയിക്കുന്നതിന് അത് കാരണമാകാറുണ്ട്. മാറാരോഗങ്ങൾ, മഹാവ്യാധികൾ, പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങൾ, സന്താനഭാഗ്യക്കുറവ്, നിരന്തരമായിട്ടുള്ള ആപത്തുകൾ, വിവാഹ തടസ്സം തുടങ്ങിയവയൊക്കെ സർപ്പദോഷം മൂലം ഉണ്ടാകാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ സർപ്പദോഷം തന്നെ ആകണമെന്നില്ല. എന്നാൽ സർപ്പദോഷം മൂലം ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. സർപ്പദോഷമാണ് എന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ അതിനുള്ള പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത്തരത്തിൽ സർപ്പദോഷങ്ങൾ ഉണ്ടെങ്കിൽ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മഞ്ഞൾ അഭിഷേകം, പാലഭിഷേകം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നതുമൊക്കെ ലഘുവായിട്ടുള്ള സർപ്പദോഷങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. കൂടാതെ സർപ്പക്ഷേത്രത്തിൽ എണ്ണ വിളക്ക് തെളിക്കുക, 100 പാലും കൊടുക്കുക എന്നിവയൊക്കെ ദോഷപരിഹാരമാണ്. ദോഷ ആധിക്യമുണ്ടെങ്കിൽ സർപ്പബലി ചെയ്യണമെന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഇതിനൊക്കെ ഒപ്പം വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന പരിഹാരമാണ് മന്ത്രജപം എന്നുള്ളത്. സർപ്പങ്ങളുടെ മന്ത്രങ്ങൾ ജപിക്കുക എന്നുള്ളതാണ് വളരെ ലളിതമായി ചെയ്യാവുന്ന പരിഹാരം. തിരുവാതിര, ചോതി, ചതയ നക്ഷത്രക്കാർക്ക് രാഹുവാണ് നക്ഷത്രത്തിന്റെ ഗ്രഹം. ഈ നക്ഷത്രക്കാർ സർപ്പങ്ങൾക്ക് പൂജ ചെയ്യുന്നത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതിന് സഹായിക്കും. കൂടാതെ ആയില്യ നക്ഷത്രക്കാർക്കും സർപ്പങ്ങളുടെ അനുഗ്രഹം കൂടിയേ തീരൂ. ഈ നക്ഷത്രക്കാരൊക്കെ സർപ്പങ്ങളെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ്. കൂടാതെ ഭരണി, രോഹിണി, അത്തം, പൂരം, പൂരാടം, തൃക്കേട്ട, തിരുവോണം, രേവതി എന്നീ നക്ഷത്രജാതരായിട്ടുള്ളവർ രാഹുർദശയുടെ കാലത്തും അല്ലാതെയും ഒക്കെ സർപ്പപൂജ ചെയ്യുന്നതും നാഗാരാധന നടത്തുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ വളരെ വിശേഷമാണ്.
ഇങ്ങനെയുള്ളവർ ജന്മനക്ഷത്ര ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും നാഗക്ഷേത്ര ദർശനം നടത്തുന്നതും ഇനി പറയുന്ന മന്ത്രങ്ങളെ ജപിക്കുന്നതും ഒക്കെ വളരെ വിശേഷമാണ്. ഓം ശ്രീ നാഗരാജായ നമ, ഓം ശ്രീ നാഗകന്യായ നമ, ഓം ശ്രീ നാഗയക്ഷ്യേ നമ എന്നീ മന്ത്രങ്ങൾ ക്ഷേത്ര ദർശന സമയത്ത് ജപിക്കുന്നത് വളരെ വിശേഷമാണ്. കൂടാതെ നാഗഗായത്രി തുടങ്ങിയ മന്ത്രങ്ങൾ നിരവധിയായിട്ട് ഞാൻ മുമ്പ് ചാനലിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ മന്ത്രങ്ങളൊക്കെ കേട്ട് പഠിച്ച് അതിലേതെങ്കിലും ഒന്ന് ജപിക്കുക. അനന്തം വാസുകീം ശേഷം പത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥാ. ഇത് നവനാഗ മന്ത്രമാണ്. ഈ മന്ത്രത്തെ നിത്യം ജപിക്കുന്നതും വളരെ വിശേഷമാണ്. ഇതിന്റെ ഫലശ്രുതിയായിട്ട് പറയുന്നത് ഏതാനി നവനാമാനി നാഗാനി ച മഹാത്മാനം തസ്യ വിഷഭയം നാസ്തി സർവത്രേ വിജയീ ഭവേത് എന്നാണ്. അതായത് വിഷഭയമോ സർപ്പദോഷങ്ങളോ നവനാഗ സ്തോത്രത്തെ ജപിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകില്ല. കൂടാതെ എല്ലായ്പ്പോഴും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതുമാണ് എന്നാണ് അതിന്റെ ഫലശ്രുതി പറയുന്നത്. വീഡിയോയുടെ ആദ്യം പറഞ്ഞ പ്രകാരം ഏത് തരത്തിലുള്ള കഠിനമായിട്ടുള്ള സർപ്പദോഷങ്ങളാണെങ്കിൽ പോലും അത്തരത്തിൽ സർപ്പദോഷമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് ജപിച്ച് ആ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. 3 മന്ത്രങ്ങൾ നിത്യം ജപിക്കുക. എല്ലാ ദിവസവും കുളിച്ച് ശുദ്ധമായി 7 പ്രാവശ്യം ആവർത്തിച്ച് ഈ 3 മന്ത്രങ്ങളെ ജപിക്കുക. 7 പ്രാവശ്യമാകുമ്പോൾ 3 മന്ത്രങ്ങളും കൂടി 21 പ്രാവശ്യമാകും. ഏത് തരത്തിലുമുള്ള സർപ്പദോഷങ്ങളെ ഇല്ലാതാക്കാൻ ഈ മന്ത്രജപം വളരെയേറെ സഹായിക്കും. ഉറപ്പായിട്ട് സർപ്പദോഷങ്ങളെല്ലാം ഇല്ലാതാകുന്നതാണ്. നമുക്കിനി ആ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം പത്മായ നമ, ഓം മഹാപത്മായ നമ, ഓം ശംഖപാലായ നമ. ഓം പത്മായ നമ, ഓം മഹാപത്മായ നമ, ഓം ശംഖപാലായ നമ. ഓം പത്മായ നമ, ഓം മഹാപത്മായ നമ, ഓം ശംഖപാലായ നമ. ഓം പത്മായ നമ, ഓം മഹാപത്മായ നമ, ഓം ശംഖപാലായ നമ. ഓം പത്മായ നമ, ഓം മഹാപത്മായ നമ, ഓം ശംഖപാലായ നമ. ഓം പത്മായ നമ, ഓം മഹാപത്മായ നമ, ഓം ശംഖപാലായ നമ. ഓം പത്മായ നമ, ഓം മഹാപത്മായ നമ, ഓം ശംഖപാലായ നമ. ഈ 3 മന്ത്രങ്ങളെ നിത്യം കുളി കഴിഞ്ഞ് 7 പ്രാവശ്യം വീതം ആവർത്തിച്ച് ജപിക്കുക. 21 മന്ത്രം ജപിക്കുന്നതിന്റെ ഫലമാണ് എല്ലാവിധത്തിലുമുള്ള സർപ്പദോഷങ്ങൾ ഉറപ്പായിട്ടും മാറുന്നതാണ്. അതിപ്രധാനപ്പെട്ട ഒരു യോഗത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഒരു ദോഷയോഗം, കാളസർപ്പയോഗം എന്ന് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. ജ്യോതിഷത്തിൽ അല്പം അറിവുള്ള കാളസർപ്പയോഗത്തെ കുറിച്ച് കേട്ടിട്ടുള്ളവരെല്ലാം ഭയപ്പാടോടെ നോക്കുന്ന ഒരു യോഗമാണ്, ദോഷയോഗമാണ് കാളസർപ്പയോഗം. കാളസർപ്പയോഗത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. എന്നാൽ കാളസർപ്പയോഗം എല്ലാവരും ഭയപ്പെടുന്ന ഒരു യോഗമാണ്. അത് എങ്ങനെ ലളിതമായിട്ട് പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കാളസർപ്പയോഗത്തെക്കുറിച്ച് സമ്പൂർണ്ണമായിട്ട് ഒരറിവ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. വിവിധ തരങ്ങളിലുള്ള കാളസർപ്പയോഗങ്ങളുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും രീതിയും അതിന്റെ ദോഷഫലങ്ങളും ഒക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു വീഡിയോ വിശദമായിട്ട് നമുക്ക് പിന്നീട് ചെയ്യാം. വളരെ അടുത്തായി തന്നെ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കാളസർപ്പയോഗത്തെ ഏകദേശം നിങ്ങളിലേക്ക് എത്തിക്കുകയും കാളസർപ്പയോഗം ലളിതമായി എങ്ങനെ പരിഹരിക്കാം എന്നുള്ള വിഷയമാണ്. 12 രാശികളാണുള്ളത്. 12 രാശികളിലായിട്ട് രാഹുകേതുക്കൾ പരസ്പരം 7ാമത്തെ രാശിയിൽ വീതം വരുന്ന രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാഹുകേതുക്കൾ തമോ ഗ്രഹങ്ങളാണ്, ദോഷങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളാണ്. രാഹുകേതുക്കൾ പരസ്പരം 7ാം രാശിയിലായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു. രാഹുകേതുക്കളുടെ ഏതെങ്കിലും ഒരു വശത്തെ രാശികളിലെല്ലാം കൂടി മറ്റ് ഗ്രഹങ്ങളെല്ലാം വരുമ്പോഴാണ് കാളസർപ്പയോഗം ഭവിക്കുക. കാളസർപ്പയോഗം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കാളസർപ്പ ദോഷം എന്ന് പറയുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള വാക്ക്. കാളസർപ്പയോഗം ഉണ്ടാകുമ്പോൾ എല്ലാ ഗ്രഹങ്ങളെയും പാമ്പ് വിഴുങ്ങിയതിന് തുല്യമായിട്ടാണ് ഫലം പറയുന്നത്. രാഹുകേതുക്കൾ എന്ന് പറയുന്നത് പാമ്പിന്റെ ശിരസ്സും വാലുമാണ്. രാഹുകേതുക്കൾക്ക് ഒരു വശത്ത്, ഏതെങ്കിലും ഒരു വശത്തായിട്ട് എല്ലാ ഗ്രഹങ്ങളും വരുമ്പോൾ പാമ്പ് എല്ലാ ഗ്രഹങ്ങളെയും വിഴുങ്ങി എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. അതാണ് ഈ യോഗത്തിന്റെ ദോഷത്തിന്റെ പ്രത്യേകത. 360 ഡിഗ്രിയാണ് ഒരു രാശിചക്രം. 12 രാശികളിലായിട്ട് 30 ഡിഗ്രി വീതമുള്ള 12 രാശികളിലായിട്ട് 360 ഡിഗ്രി നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിൽ 360 ഡിഗ്രിയിൽ രാഹുകേതുക്കൾ നിൽക്കുന്നതിന്റെ 180 ഡിഗ്രിക്കുള്ളിൽ ഏതെങ്കിലും ഒരു വശത്ത് എല്ലാ ഗ്രഹങ്ങളും വരുമ്പോഴാണ് കാളസർപ്പ ദോഷം അഥവാ കാളസർപ്പ യോഗം സംഭവിക്കുന്നത്. കാളസർപ്പ യോഗം പലപ്പോഴും പാരമ്പര്യമായിട്ടും വരാറുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. കാളസർപ്പ യോഗം ഉള്ള ഒരു വ്യക്തിയുടെ മക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒക്കെ അതിന്റെ ദോഷം വരണമെന്ന് നിശ്ചയമില്ല.
പക്ഷെ പലപ്പോഴും ഒരു കുടുംബത്തിൽപ്പെട്ട പലരിലേക്കും ഈ കാളസർപ്പയോഗം യാദൃശ്ചികമായി എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വിധി നിയോഗം തന്നെയായിട്ട് കാണേണ്ടിയിരിക്കുന്നു. കാളസർപ്പദോഷം ഉള്ളപ്പോൾ വലിയ നിലകളിലൊക്കെ ആ വ്യക്തികൾ എത്തിച്ചേരാറുണ്ട്. ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിലും കീർത്തിയും പെരുമയും ഒക്കെ ആ വ്യക്തികൾ നേടാറുണ്ട്. സമുന്നതരായിട്ടുള്ള ചില രാഷ്ട്രീയക്കാരും താരരാജാക്കന്മാരും ഒക്കെ കാളസർപ്പയോഗത്തിൽ ജനിച്ചതായിട്ട് പറയുന്നുണ്ട്. കാളസർപ്പദോഷം എന്നത് എങ്ങനെയാണ് ഫലത്തിൽ വരിക എന്ന് ചോദിച്ചാൽ, നമുക്ക് പഴയ കാലത്ത് ഉള്ള ഏണിയും പാമ്പും കളി നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. അത്തരത്തിൽ താഴെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറി 100-ലെത്തുന്നതിന് മുമ്പ് 98-ല് പാമ്പ് വിഴുങ്ങുകയും 0-ലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ അതിഭയങ്കരമാണ്. അത് ജീവിതത്തിൽ അങ്ങനെ വരുന്നതിനെയാണ് കാളസർപ്പയോഗം എന്ന് നമുക്ക് വേണമെങ്കിൽ ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാം. അതായത് ഉന്നതങ്ങളിൽ എത്തുമ്പോൾ പെട്ടെന്ന് താഴേക്ക് വീഴുക. നിങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരും അത്തരത്തിലുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളെയും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. 100-ലെത്തും എന്നുള്ള തോന്നൽ ഉണ്ടാകും, പക്ഷെ 98-ൽ പാമ്പ് വിഴുങ്ങി 0-ലേക്ക് പോകുന്ന ഒരവസ്ഥ, അതാണ് കാളസർപ്പദോഷം. ഏത് കാര്യവും പൂർണ്ണതയിലെത്തുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയേക്കാം. കേരളത്തിൽ കാളസർപ്പയോഗം എത്രമാത്രം പ്രചാരത്തിലുണ്ടോ അതിനേക്കാൾ വളരെയധികം മറ്റ് സംസ്ഥാനങ്ങളിൽ കാളസർപ്പദോഷത്തെ അവർ കാണുന്നുണ്ട്, കാര്യമായിട്ട് എടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം. കാളസർപ്പയോഗം എന്ന് പറയുമ്പോൾ പലരും ഇത് രാജയോഗം പോലെയുള്ള നല്ല യോഗമാണെന്ന് ധരിച്ചിരിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇതൊരു ദോഷയോഗമാണ് എന്ന് ഇപ്പോൾ പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നിലധികം ഗ്രഹങ്ങളുടെ സംയോഗത്തിനാണ് യോഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിനി കാളസർപ്പയോഗത്തിന്റെ ദോഷപരിഹാരങ്ങളെ ഒന്ന് പരിശോധിക്കാം. കാളസർപ്പദോഷം വന്നാൽ ഒരേ ഒരു ദോഷപരിഹാരമേ ജ്യോതിഷത്തിൽ പറയുന്നുള്ളൂ. അത് കാളഹസ്തി എന്ന ക്ഷേത്രത്തിലെ ദർശനമാണ്, അവിടുത്തെ വിശേഷാൽ പൂജകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. തിരുപ്പതിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം ദൂരെയുള്ള കാളഹസ്തി ക്ഷേത്രം അതിപുരാതനമാണ്, ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അവിടെ എത്തി കാളസർപ്പദോഷത്തിന് പരിഹാര പൂജയിൽ പങ്കുകൊണ്ട് ഒരു പുതിയ വ്യക്തിയായിട്ട് തിരികെ എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം. ഇടക്കാലത്ത് ജ്യോതിഷത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലരും ശ്രദ്ധിക്കാതെ പോയി. പിന്നീട് നഷ്ടങ്ങളുമൊക്കെ ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വരുമ്പോഴാണ് ജാതകം പരിശോധിക്കുമ്പോൾ കാളസർപ്പദോഷം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നത്. എന്നാൽ 12 വയസ്സിനുള്ളിൽ ഈ ദോഷമുണ്ട് എന്ന് കണ്ടുപിടിച്ച് പരിഹാരം ചെയ്യുന്ന പക്ഷം പിന്നീട് പരിഹാരം ചെയ്യണമെന്നില്ല, ദോഷങ്ങൾ ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. അതേസമയം 12 വർഷത്തിന് ശേഷമാണ് ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ എല്ലാ വർഷവും അതിൻ്റെ തുടർച്ചയായിട്ട് ദോഷപരിഹാരം ചെയ്യണം എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെയൊക്കെ ജാതകം പരിശോധിച്ച് കാളസർപ്പയോഗം പോലെയുള്ള ദോഷങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. കാളസർപ്പദോഷത്തിന് പരിഹാരം എന്നുള്ളത് കാളഹസ്തി ക്ഷേത്രത്തിലാണ് എന്ന് പറഞ്ഞു. ആന്ധ്രാപ്രദേശിലാണ്, തിരുപ്പതിയിൽ നിന്ന് 10 കിലോമീറ്ററും അകലെയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും അവിടെ എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഈ ദോഷത്തെ പരിഹരിക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ പ്രധാനമായി പ്രതിപാദിക്കേണ്ടത്. കാളസർപ്പദോഷത്തിന് സമ്പൂർണമായിട്ടുള്ള പരിഹാരം ചെയ്യാൻ എപ്പോൾ നമുക്ക് സാധിക്കുന്നു അപ്പോൾ വരെ സർപ്പങ്ങൾക്ക് 100 പാലും പോലെയുള്ള വഴിപാടുകളും പാട്ട് പാടിക്കുക തുടങ്ങിയ വഴിപാടുകളും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അതുകൂടാതെ കാളസർപ്പദോഷമുള്ള വ്യക്തികൾ 5 മുഖ രുദ്രാക്ഷത്തെ ധരിക്കുന്നതും വളരെ വിശേഷമാണ്, ദോഷഫലത്തെ ഇല്ലാതാക്കും. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പാശുപത മന്ത്രം ജപിച്ചുകൊണ്ട് ക്ഷീരധാര നടത്തുകയാണെങ്കിൽ കാളസർപ്പദോഷത്തിന് പരിഹാരമാണ് എന്നാണ് വിശ്വാസം. അത് എല്ലാ വർഷവും ചെയ്യുക. എപ്പോൾ വരെ കാളഹസ്തി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കുന്നു അതുവരെ എല്ലാ വർഷവും ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പാശുപത മന്ത്രം ജപിച്ചുകൊണ്ട് ക്ഷീരധാര നടത്തുക. ഇപ്രകാരം നമുക്ക് ലളിതമായിട്ട് കാളസർപ്പദോഷത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. കാളസർപ്പദോഷം വിചാരിക്കുന്നതിൽ അധികം ഭയാനകമായിട്ടുള്ള ദോഷം തന്നെയാണ്. വളരെ ഉന്നതമായിട്ടുള്ള ഒരു കുന്നിന് മുകളിൽ കയറുമ്പോൾ താഴേക്ക് നിരങ്ങി താഴെ എത്തിയാലുള്ള ഫലമാണ് കാളസർപ്പദോഷം. വളരെയധികം ബിസിനസ്സുകാരെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടാകും. ഉന്നതങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ അവരുടെ ബിസിനസ് എല്ലാം പോയി പാപ്പരായി
വളരെ അപമാനവും ദുഃഖങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടായിട്ടുള്ളത് നമ്മളുടെ കൺമുന്നിൽ തന്നെ ഉള്ള കാര്യമാണ്. കാളസർപ്പദോഷം അതുകൊണ്ട് തന്നെ അതിപ്രധാനമാണ്. നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. കാളസർപ്പദോഷം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിഹാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. കാളഹസ്തിയിൽ പോകാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും അവിടെ പോകുക. അതുവരേക്കും ഈ പറഞ്ഞ ദോഷപരിഹാരങ്ങളെ ചെയ്യുക. 5 മുഖ രുദ്രാക്ഷം വളരെ വിശേഷമാണ്. അത് ധരിക്കുന്നതും ഒരു താൽക്കാലിക ശമനത്തിന് കാരണമാക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ശത്രുദോഷത്തെ നിഷ്ഫലമാക്കുന്ന ഏതാനും വഴിപാടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മത്സരങ്ങളുടെ ലോകമാണ്. പരസ്പരം എല്ലാവരോടും ഒരു മത്സര ബുദ്ധിയുണ്ട്. ശത്രുത ഇല്ലെങ്കിൽ പോലും അത്തരം മത്സര ബുദ്ധി ഉള്ളതിനാൽ പലപ്പോഴും ശത്രുതാപരമായിട്ട് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ നെഗറ്റീവ് ചിന്തകള്, ആ മത്സര ബുദ്ധിയോടുകൂടിയുള്ള ചിന്തകളെയും അത്തരത്തിൽ ചിന്തിക്കുന്നവരായിട്ടുള്ള എതിരാളികളെ, അതായത് സഹപ്രവർത്തകരാണെങ്കിൽ പോലും തൊഴിലില് അവരവരുടെ വിജയത്തിനായിട്ട് പരിശ്രമിക്കുമ്പോൾ പരസ്പരം ഒരു മത്സര ബുദ്ധി ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ അത് ശത്രുദോഷം പോലെ ഫലത്തിൽ പ്രകടമാകുന്നതാണ്. അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട്, അത്തരത്തിലുള്ള ശത്രുദോഷങ്ങളെ നിഷ്ഫലമാക്കാൻ വേണ്ടിയിട്ടുള്ള വഴിപാടുകളെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശത്രുദോഷത്തെ നിഷ്ഫലമാക്കുന്ന വഴിപാടുകളെ കുറിച്ച് നമുക്ക് പറയാം. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാക്കും. ശത്രുവിന്റെ ചിന്താഗതി, മാനസിക ഊർജം നമ്മളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും. പലതരത്തിലുള്ള ശത്രുദോഷങ്ങളുണ്ട്. എത്ര വലിയ ശത്രുദോഷമാണെങ്കിലും ഈശ്വര ഭജനത്തിലൂടെ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ശത്രുദോഷ പരിഹാരത്തിനായി ക്ഷേത്രങ്ങളിൽ നടത്താവുന്ന ചില വഴിപാടുകളെയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. നാഗങ്ങൾക്ക് ഉപ്പും മഞ്ഞളും സമർപ്പിക്കുന്നത് അതിവിശേഷമായിട്ടുള്ള വഴിപാടാണ്. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചഗവ്യ അഭിഷേകം, എണ്ണ അഭിഷേകം, നാരങ്ങാമാല ചാർത്തുക തുടങ്ങിയവയും ശത്രുദോഷ ശാന്തിക്ക് ഉത്തമമാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഗുരുതി നടത്തുന്നതും അടനിവേദ്യം നടത്തുന്നതും ചെമ്പരത്തി മാല സമർപ്പിക്കുന്നതുമൊക്കെ ശത്രുദോഷ ശാന്തിക്ക് ഉത്തമമാണ്. കൂടാതെ ദുർഗാ ക്ഷേത്രത്തിലാണെങ്കിൽ ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് ശത്രുദോഷത്തെ ഇല്ലാതാക്കും. ശിവക്ഷേത്രത്തിൽ തേൻ അഭിഷേകം നടത്തുന്നത് ശത്രുദോഷ ശാന്തിക്ക് ഉത്തമമാണ്. കൂടാതെ കറുത്ത പട്ട് ചാർത്തുന്നതും വിശേഷമാണ്. അയ്യപ്പ ക്ഷേത്രങ്ങളിൽ എരിക്കിൻ പൂമാല സമർപ്പിക്കുന്നതും ഭസ്മാഭിഷേകം നടത്തുന്നതും അതിവിശേഷമായിട്ടുള്ള ശത്രുദോഷ ശാന്തിക്ക് ഉതകും. നരസിംഹസ്വാമിക്ക് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുന്നതും അർച്ചന നടത്തുന്നതും ഒക്കെ ശത്രുദോഷത്തെ ഇല്ലാതാക്കും. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലയും നാരങ്ങയും ചേർത്ത് ഒന്നിച്ചു പൊരിക്കുന്ന മാല ചാർത്തുന്നതിലൂടെ ശത്രുദോഷത്തെ എല്ലാം നിഷ്ഫലമാക്കും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായി ശത്രുദോഷ ശാന്തിക്കായി ചെയ്യാവുന്ന വഴിപാടുകൾ. ശത്രുദോഷത്തെ ഈ വഴിപാടുകൾ ചെയ്യുക വഴി നമുക്ക് നിഷ്പ്രഭമാക്കാനായിട്ട് സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ശത്രുദോഷ ശാന്തി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ചില നക്ഷത്രക്കാർക്ക് ദൃഷ്ടിദോഷം വളരെ എളുപ്പത്തിൽ ബാധിക്കാറുണ്ട്. അങ്ങനെയുള്ള നക്ഷത്രക്കാരെ നമുക്ക് പരിചയപ്പെടാം. കൂടാതെ ദൃഷ്ടിദോഷത്തിന്റെ പൊതുവായ ലക്ഷണങ്ങളും അതിന്റെ പ്രത്യേകതകളും ഒന്ന് പരിശോധിക്കാം. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്കത് പ്രയോജനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ദൃഷ്ടിദോഷം ഉണ്ടാകുക, കണ്ണേറ് പറ്റുക എന്നൊക്കെ പഴമക്കാർ പറഞ്ഞു നാം എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പലർക്കും അതിലൊന്നും വിശ്വാസം ഉണ്ടാകില്ല. പക്ഷേ ചെറിയ ചെറിയ കാരണങ്ങൾ നമ്മുടെ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമാണ് നാം അത് വിശ്വസിക്കുക. മനഃശക്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരുവന്റെ നോട്ടത്തിൽ മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നതിനെയാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. ഒരാൾ നോക്കിയാൽ ഉടനെ ദോഷം വരുമോ എന്നൊക്കെ ചിലർ ചോദിച്ചേക്കാം. പക്ഷെ അവരൊക്കെ അനുഭവത്തിൽ മാറി ചിന്തിച്ച് കണ്ടിട്ടുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് കണ്ണു തട്ടാനായിട്ട് കൺമഷി, കരിവള തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാം പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്നു. ഒരു വ്യക്തിക്ക് മറ്റുള്ളവരാൽ ബാധിക്കുന്ന ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ദൃഷ്ടിദോഷം എന്ന് പറയേണ്ടത്. ദൃഷ്ടിദോഷത്തിന് ഇരയാകാത്തവർ വളരെ വിരളമായിരിക്കും. എന്നും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുട്ടി വീട്ടിൽ ചില അതിഥികളൊക്കെ വന്നു പോയതിനു ശേഷം കരച്ചിലും അസ്വസ്ഥതയും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് ദൃഷ്ടിദോഷം എന്ന് പറയേണ്ടത്. അതേപോലെ തന്നെ ഇത് മനുഷ്യർക്ക് മാത്രമല്ല ദൃഷ്ടിദോഷം ബാധിക്കുക. നന്നായി കായ്ച്ചുകൊണ്ടിരുന്ന ഒരു വൃക്ഷം ആരെങ്കിലും വന്ന് ഇത് നന്നായി കായ്ക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം അത് പിന്നീട് കായ്ച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് കായ്ച്ചതെല്ലാം പൊഴിഞ്ഞു പോവുക എന്നുള്ള അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും. എന്റെ അനുഭവത്തിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിലെല്ലാം നമുക്ക് വിശ്വാസം തോന്നുന്നതും. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. ഒരാളുടെ നോട്ടത്തിലൂടെയോ വാക്കിലൂടെയോ ഒക്കെ മറ്റൊരാൾക്ക് ദോഷം വരിക,
അതാണ് ദൃഷ്ടിദോഷം, വാഗ്ദോഷം എന്നീ ദോഷങ്ങൾ. ഇത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ വരാമെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ചില വ്യക്തികളുടെ നോട്ടമോ വാക്കോ അശുഭമായിട്ടുള്ള ചിന്തയോ പോലും മറ്റുള്ളവർക്ക് ദോഷം ചെയ്തേക്കാം. നക്ഷത്ര വിജ്ഞാന ശാഖ പ്രകാരം ചില നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് തന്നെ ദൃഷ്ടിദോഷം ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള നക്ഷത്രക്കാരിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം വളരെ പെട്ടെന്ന് തന്നെ പതിയും എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃഷ്ടിദോഷം പെട്ടെന്ന് പതിയാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ്. ആദ്യത്തെ നക്ഷത്രമായിട്ടുള്ള അശ്വതിക്കാർക്ക് ദൃഷ്ടിദോഷം പെട്ടെന്ന് ഏൽക്കുന്ന നക്ഷത്രമാണ്. മറ്റുള്ളവരുടെ കണ്ണു പതിയുന്നത് കൊണ്ട് തന്നെ ദോഷങ്ങൾ എളുപ്പം ബാധിക്കുന്ന നക്ഷത്രമാണ് അശ്വതി. രണ്ടാമത്തെ നക്ഷത്രമാണ് രോഹിണി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നക്ഷത്രമാണ്. എന്നിരുന്നാലും ഭഗവാന് പോലും ചിലപ്പോഴൊക്കെ ദൃഷ്ടിദോഷം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ദൃഷ്ടിദോഷം ബാധിക്കുന്ന നക്ഷത്രക്കാരാണ് രോഹിണിക്കാരും. മൂന്നാമത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാണ്. നാലാമത്തെ നക്ഷത്രം ചിത്തിരയാണ്. അഞ്ചാമത്തെ നക്ഷത്രം ചോതിയാണ്. ഈ 3 നക്ഷത്രക്കാർക്കും ദൃഷ്ടിദോഷം പെട്ടെന്ന് തന്നെ ബാധിക്കാം. ദൃഷ്ടിദോഷത്തിന്റെ ബാധ്യതകൾ സഹിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ് ഈ 3 നക്ഷത്രക്കാരും. ആറാമത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതിക്കാർക്കും പെട്ടെന്ന് തന്നെ ദൃഷ്ടിദോഷത്തിന്റെ ദുർഫലങ്ങൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. ഏഴാമത്തെ നക്ഷത്രം രേവതിയാണ്. രേവതിക്കാർക്കും പെട്ടെന്ന് തന്നെ ദൃഷ്ടിദോഷം ബാധിക്കാറുണ്ട്. ഇതുകൂടാതെ മൂലം നക്ഷത്രവും നമുക്ക് ദൃഷ്ടിദോഷം പെട്ടെന്ന് ബാധിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് പറയാം. അങ്ങനെ 8 നക്ഷത്രങ്ങളാണ് വളരെ പെട്ടെന്ന് തന്നെ ദൃഷ്ടിദോഷം ബാധിക്കാൻ സാധ്യതയുള്ളത്. എല്ലാ നക്ഷത്രക്കാർക്കും ദൃഷ്ടിദോഷം ബാധിക്കാം. എന്നാൽ വളരെ പെട്ടെന്ന് ദൃഷ്ടിദോഷം ബാധിക്കാൻ സാധ്യതയുള്ള 8 നക്ഷത്രങ്ങളെയാണ് നാം പരിചയപ്പെട്ടത്. ഈ പറഞ്ഞ നക്ഷത്രക്കാരുണ്ടെങ്കിൽ മുൻകരുതലുകൾ എടുക്കുക. ബാധിച്ചതിന് ശേഷം പരിഹാരങ്ങൾ ചെയ്യുന്നതിലും നല്ലത് ദൃഷ്ടിദോഷം ബാധിക്കുന്നതിന് മുമ്പ് അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളെ ചെയ്യുക, മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ്. ദൃഷ്ടിദോഷം ബാധിക്കാനുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. ദൃഷ്ടിദോഷം എന്ന് പറയുമ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് നമുക്കൊക്കെ തോന്നിയേക്കാം. എന്നാൽ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമാണ് അതിന്റെ കാഠിന്യം മനസ്സിലാകുക. ദൃഷ്ടി എന്നുള്ളത് ഒരു മനുഷ്യന്റെ മനഃശക്തിയുടെ പ്രതിഫലനമാണ്. ഒരാൾക്ക് ഒരാളോട് തോന്നുന്ന ആ അസൂയയോ മമതയോ എന്തു തന്നെ ആയിക്കോട്ടെ, അത് ആ തോന്നുന്ന വ്യക്തിയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. അത്തരത്തിൽ ദൃഷ്ടിദോഷം വ്യക്തികളെ ബാധിക്കാറുണ്ട്, ഒരു സ്ഥാപനത്തെ ബാധിക്കാറുണ്ട്, വീടിനെ ബാധിക്കാറുണ്ട്. ദൃഷ്ടിദോഷത്തിന് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു വ്യക്തിയെ ദൃഷ്ടിദോഷം ബാധിച്ചാലുള്ള കാര്യങ്ങളെ പരിശോധിക്കാം. അതിനു മുമ്പ് ദൃഷ്ടിദോഷം എന്താണ് എന്നുള്ളതിന്റെ ഒരു ആമുഖം നമുക്കൊന്ന് പറഞ്ഞു പോകാം. സുഹൃത്തുക്കളുടെ ആയാലും ബന്ധുക്കളുടെ ആയാലും പരിചയമില്ലാത്തവരുടെ ആയാലും നെഗറ്റീവ് കണ്ണുകൊണ്ട് കാണുന്ന നമ്മളിലേക്കുള്ള നെഗറ്റീവ് ദൃഷ്ടിയാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പല ദോഷകരമായിട്ടുള്ള കാര്യങ്ങളും സംഭവിപ്പിച്ചേക്കാം. ദൃഷ്ടിദോഷം ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. നെഗറ്റീവ് എനർജി എന്ന് നമുക്ക് വേണമെങ്കിൽ ആധുനിക കാലത്ത് പറയാം. ആരുടെയെങ്കിലും സ്വഭാവവും ചിന്തയും സമ്പർക്കവും ഒക്കെ നമ്മളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. ദൃഷ്ടിദോഷം ബാധിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഇച്ഛാശക്തി ദുർബലമാകുന്നു, ജീവിതത്തിൽ ഐശ്വര്യം കുറയാൻ തുടങ്ങുന്നു. അങ്ങനെ ജീവിത പുരോഗതി തടസ്സപ്പെടുകയും ചെയ്യും. ദൃഷ്ടിദോഷം മൂലം ആരോഗ്യം പലപ്പോഴും വഷളാകുന്നുണ്ട്. പെട്ടെന്ന് അസുഖങ്ങൾ ഒരു കാരണവുമില്ലാതെ ബാധിക്കാറുമുണ്ട്. ദൃഷ്ടിദോഷം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ നിഷേധാത്മക ഊർജം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്ന ജോലികളെല്ലാം മോശമായി തുടങ്ങുന്നു. ആ വ്യക്തിയുടെ ഊർജം പതുക്കെ കുറയുന്നു. കൂടാതെ അസുഖവും ക്ഷീണവും ഒക്കെ വ്യക്തിയെ ബാധിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ പല അനാവശ്യ സംഭവങ്ങളുമൊക്കെ ആരംഭിക്കുന്നു. ഏത് പ്രായത്തിലുള്ള വ്യക്തികളിലും ഇത്തരത്തിൽ ദൃഷ്ടിദോഷം ബാധിച്ചേക്കാം. ദൃഷ്ടിദോഷത്തിന് പല ലക്ഷണങ്ങളും നമ്മിൽ കാണുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നു, അകാരണമായിട്ട് വരുന്നു എങ്കിൽ അത് ദൃഷ്ടിദോഷം മൂലമാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. നിങ്ങൾ ആരോഗ്യവാനാണ്, പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നിങ്ങളിൽ രോഗം പിടിപെടുന്നുവെങ്കിൽ അത് ദൃഷ്ടിദോഷം മൂലമാകാം. ഒരു കാരണവുമില്ലാതെ മനസ്സ് അസ്വസ്ഥമാകുന്നു, ചുറ്റുമുള്ളതിനെ എല്ലാം നാം നെഗറ്റീവോടെ കാണുന്നു, ബന്ധങ്ങളിലൊക്കെ അത് ബാധിക്കുന്നു. എല്ലാവരുമായിട്ടും അഭിപ്രായ വ്യത്യാസവും അകൽച്ചയും ഒക്കെ ആരംഭിക്കുന്നു. അകാരണമായിട്ട് രോഗങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് പണം ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നു.
തൊഴിലവസരങ്ങളിലും തൊഴിൽ മേഖലയിലുമൊക്കെ ചാഞ്ചാട്ടം ഉണ്ടാകുന്നു. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് പണം നഷ്ടം വരുന്നു. ഇത്തരത്തിലുള്ള ലക്ഷണം കണ്ടു തുടങ്ങുന്നുവെങ്കിൽ അത് ദൃഷ്ടിദോഷം മൂലമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഗ്രഹത്തിനുമൊക്കെ ദൃഷ്ടിദോഷം ബാധിക്കുന്നുവെങ്കിൽ അത് കണ്ടെത്തി മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗം പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് വ്യക്തികളെയാണ് ദൃഷ്ടിദോഷം ബാധിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ജ്യോതിഷപരമായിട്ടുള്ള മാർഗങ്ങളെ ഒന്ന് പരിശോധിക്കാം. ജ്യോതിഷത്തിൽ പല തരത്തിലുള്ള ഉപായങ്ങൾ ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇന്ന് നമുക്ക് ലളിതമായിട്ട് ചുരുക്കത്തിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന ലളിതമായിട്ടുള്ള ഒരു ഉപായമാണ് ദൃഷ്ടിദോഷം ബാധിക്കുകയാണെങ്കിൽ അല്പം വറ്റൽ മുളക് എടുത്ത് 7 പ്രാവശ്യം ആ വ്യക്തിക്ക് ഒഴിഞ്ഞ് അത് തീയിൽ ഇടുക, അടുപ്പിലിടുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ദൃഷ്ടിദോഷം മാറുമെന്ന് നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നു. അതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനം ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ ആധുനികമായിട്ടുള്ള കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദൃഷ്ടിദോഷം ഒരു വ്യക്തിയെ ബാധിക്കുന്നുവെങ്കിൽ ഹനുമാൻ സ്വാമിയെ മനസ്സറിഞ്ഞു വിളിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് പറയാം. അതിനായിട്ട് ഹനുമാൻ സ്വാമിയെ ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഹനുമാൻ സ്വാമിക്ക് സിന്ദൂരം സമർപ്പിക്കുന്നതും ദൃഷ്ടിദോഷത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സഹായിക്കും. കൂടാതെ ദാനം ചെയ്യുന്നത് വഴിയും ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷ നേടാം. ബുധനാഴ്ച ദിവസം 7 ധാന്യങ്ങൾ ദാനം ചെയ്യുന്നത് ദൃഷ്ടിദോഷത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ പരിഹാരമാണ്. കൂടാതെ രാഹു യന്ത്രം ധരിക്കുന്നതും ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. കൂടാതെ 9 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം. 9 മുഖമുള്ള രുദ്രാക്ഷം ലഭിച്ചില്ല എങ്കിൽ 5 മുഖമുള്ള രുദ്രാക്ഷം ധരിച്ചാലും മതിയാകും. നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന ഒരു ഉപായമുണ്ടായിരുന്നു. 2 ചുവന്ന മുളക്, അല്പം കല്ലുപ്പ്, അല്പം എള്ള എന്നിവ കയ്യിലെടുത്ത് ദൃഷ്ടിദോഷം ബാധിച്ച വ്യക്തിയെ 7 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം അതെല്ലാം കൂടി തീയിലിടുന്ന ഒരു സമ്പ്രദായവും ഉണ്ടായിരുന്നു. പല അത്ഭുതങ്ങളും അങ്ങനെ ചെയ്യുന്നതിലൂടെ പല വ്യക്തികൾക്കും ലഭിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ എള്ളിന് പകരമായിട്ട് കുരുമുളകും ഉപയോഗിച്ചിരുന്നു. കൂടാതെ നാരങ്ങ ശരീരത്തിന് 7 പ്രാവശ്യം ഒഴിഞ്ഞ് അത് 4ആയിട്ട് മുറിച്ച് 4 ദിക്കിലേക്ക് കളയുന്നതും, അടയ്ക്ക 3 പ്രാവശ്യം ഒഴിഞ്ഞ് തൊലി കളഞ്ഞ് അത് പല ദിക്കിലേക്കായിട്ട് എറിഞ്ഞു കളയുന്നതും ദൃഷ്ടിദോഷത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള ഉപായങ്ങളാണ്. കൂടാതെ കറുത്ത ചരട് ജപിച്ചു കിട്ടുക, കുളിക്കുന്ന വെള്ളത്തിൽ മഞ്ഞൾ ചേർക്കുക, സിന്ദൂരം ചേർക്കുക, കർപ്പൂരമോ മറ്റ് ദീപങ്ങളോ ഒക്കെ ഒഴിയുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദൃഷ്ടിദോഷത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കും. കൂടാതെ പഴയ കാലത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പും ഏതെങ്കിലും പരീക്ഷകളിലും മറ്റും പ്രധാന സംഭവങ്ങളിലും ഒക്കെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ കർപ്പൂരം ഒഴിയുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അതും ദൃഷ്ടിദോഷത്തിൽ നിന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഇത്തരത്തിലുള്ള ഉപായങ്ങളിലൂടെ നമുക്ക് ഒരു വ്യക്തിയെ ബാധിച്ച ദൃഷ്ടിദോഷങ്ങളെയൊക്കെ വളരെ എളുപ്പം നിസ്സാരമായിട്ട് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. കടബാധ്യതകൾ മാറാൻ ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. സ്വസ്ഥവും സമാധാനപൂർണവുമായിട്ടുള്ള ഒരു ജീവിതത്തിന് കടബാധ്യതകൾ ഒന്നുമില്ല, അധികം സാമ്പത്തികം ഒന്നുമില്ലെങ്കിൽ പോലും കടബാധ്യതകൾ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ എത്ര ശ്രമിച്ചാലും ചില വ്യക്തികൾക്ക് കടബാധ്യതകളിൽ നിന്ന് മുക്തി നേടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. 2ാം ഭാവത്തിൽ കേതു തുടങ്ങിയ പാപഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി അതിന് സഹായകരമാകുന്നുണ്ട്. ഒന്നിന് പുറമെ മറ്റൊന്ന് എന്ന രീതിയിൽ കടബാധ്യതകൾ വർദ്ധിച്ചു വന്നു എന്ന് വരാം. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാനുള്ള ഉപായങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വിഘ്നേശ്വര പ്രീതിയാണ്. ഋണഹര ഗണേശ മന്ത്രമൊക്കെയുണ്ട്. അത് നിത്യം ജപിക്കുന്നത് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സഹായിക്കും. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതോടൊപ്പം ചൊവ്വാഗ്രഹത്തെയും കൂടി പ്രീതിപ്പെടുത്തുന്നത് അനുകൂല ഫലത്തെ നൽകും. ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കുന്ന ഋണമോചന യന്ത്രം കൊണ്ട് കടബാധ്യതകളിൽ നിന്ന് ഒരു രക്ഷ നേടാൻ സഹായകരമാണ്. കൂടാതെ സൗന്ദര്യ ലഹരിയിലെ 23ാമത്തെ ശ്ലോകം എല്ലാ ദിവസവും 108 പ്രാവശ്യം ജപിക്കുന്നത് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് 2ാമതായി ചെയ്യാവുന്നത് ഹനുമാൻ സ്വാമിയെ ഭജിക്കുക എന്നുള്ളതാണ്. ഹനുമാൻ ചാലിസ 108 പ്രാവശ്യം എല്ലാ ദിവസവും ജപിക്കുന്നതും ഹനുമാൻ ചാലിസ
കേൾക്കുന്നതും ഒക്കെ കടബാധ്യതകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. ഹനുമാൻ ചാലിസ 108 പ്രാവശ്യം വീതം തുടർച്ചയായി 40 ദിവസം ജപിക്കുന്നത് ഉത്തമമാണ്. ഹനുമാൻ ചാലിസ ജപിക്കുന്ന ദിവസങ്ങളിൽ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ച് മത്സ്യമാംസാദികൾ ഒഴിവാക്കുകയാണെങ്കിൽ അതിവിശേഷ ഫലത്തെ അത് നൽകും. അതോടൊപ്പം തന്നെ ചൊവ്വാഗ്രഹത്തെയും ഭജിക്കുന്നത്, പ്രീതിപ്പെടുത്തുന്നത്, പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷ ഫലത്തെ നൽകും. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിവേദ്യം നടത്തുന്നതും വളരെ വിശേഷ ഫലത്തെ നൽകും. ഹനുമാൻ സ്വാമിയെ ഭജിക്കുമ്പോൾ കൃത്യമായി ഒരു ധാരണ മനസ്സിലുണ്ടാകണം. ഇന്ന രീതിയിൽ ഞാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കാമെന്ന് ആദ്യം തന്നെ നിശ്ചയിക്കുകയും അതിനനുസരിച്ച് കൃത്യമായിട്ട് അത് പാലിക്കുകയും ചെയ്യണം. ഹനുമാൻ സ്വാമി ചിട്ടവട്ടങ്ങളുടെ കാര്യത്തിൽ അഗ്രഗണ്യനാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഏത് രീതിയിലാണോ നാം തുടങ്ങുന്നത്, നമുക്ക് സാധിക്കുന്ന രീതിയിൽ മാത്രം വ്രതശുദ്ധി പാലിക്കാമെന്ന് തീരുമാനമെടുത്താൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. എല്ലാ ദൗർബല്യങ്ങളും മാറ്റി കരുത്ത് നൽകാൻ ഹനുമാൻ ഭജനത്തിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. നമുക്ക് മൂന്നാമത് കടബാധ്യതകൾ പരിഹരിക്കുന്നതിന് ഭജിക്കാവുന്നത് ദേവിയെയാണ്. ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നത് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. 11 വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായിട്ട് കുങ്കുമാർച്ചന നടത്തുന്നത് ഋണബാധ്യതകൾ ഇല്ലാതാക്കാനായിട്ട് സഹായകരമാണ്. കൂടാതെ ശക്തിക്കൊത്ത രീതിയിൽ അന്നദാനം നടത്തുന്നതും കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. നമ്മുടെ കർമ്മദോഷങ്ങളൊക്കെ ഇല്ലാതാക്കാൻ അന്നദാനം സഹായിക്കുന്നതാണ്. അന്നദാനം നടത്തിക്കൊണ്ട് നമുക്ക് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാം. ശക്തിക്കൊത്ത രീതിയിൽ അന്നദാനത്തോടൊപ്പം വസ്ത്രം കൂടി ദാനം ചെയ്യുന്നതും ഉചിതമാണ്. തുടർച്ചയായി 5 വെള്ളിയാഴ്ചകളിൽ ഇപ്രകാരം ചെയ്യുന്നത് വിശേഷ ഫലത്തെ നൽകും. കൂടാതെ കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ രത്നധാരണം നടത്തുന്ന വിധവും പറഞ്ഞിട്ടുണ്ട്. അത് ജാതകം നോക്കി അനുകൂലമായിട്ടുള്ള രത്നം ധരിക്കുക. ഭാഗ്യാധിപന്റെ രത്നം ധരിക്കുന്നത് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. രത്നം ധരിക്കുമ്പോൾ അത് അനുകൂലമാണ് എന്ന് വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷിയെ കണ്ട് ഉറപ്പാക്കുക. കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാവുന്നത്. ഏത് കാര്യം അവലംബിച്ചാലും അത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചായിരിക്കണം. അനാവശ്യമായി എടുത്തിയാടി കൂടുതൽ കടബാധ്യതകൾ വരുത്താതിരിക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ ദേവതാ ഭജനത്തിലൂടെയും മന്ത്രജപത്തിലൂടെയും ഒക്കെ കടബാധ്യതകളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിലൂടെയും ചെലവുകൾ നിയന്ത്രിക്കുന്നതിലൂടെയും നല്ലൊരു പരിധിവരെ കടബാധ്യതകൾ തീർക്കാനായിട്ട് സാധിക്കും. കൂടാതെ കഠിനമായ പരിശ്രമത്തിലൂടെയും ധനം ആർജിക്കുന്നതിലൂടെയും നമുക്ക് കടബാധ്യതകളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ദേവതാ ഭജനത്തിലൂടെ പരിശ്രമവും കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. എല്ലാവർക്കും കടബാധ്യതകളൊക്കെ ഒഴിച്ച് സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.